കഴിക്ക്. നല്ലവണ്ണം കുഴച്ചടിക്കുന്നത്. കുഴക്കണോ? ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവിയിലൊക്കെ എടുത്ത് കഴിക്കും. അവിയിലോ? ഏതാ അവിയില്? മനസ്സിലായില്ലേ? ഇതാണല്ലേ. ഇപ്പോഴാ എനിക്ക് മനസമാധാനമായത്. അല്ലേ രേണു? എനിക്ക് വേണ്ട, ഇരിക്ക്. പായസമുണ്ട്, ഇവളുടെ സ്പെഷ്യലാ. ഒഴിച്ചു കൊടുക്ക. എന്റെ വയറ് നിറഞ്ഞു. എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ടേ ഞാനിവിടെ പോകും. അതെ അതെ, നോക്കിക്കാതെ ഒഴിച്ചു കൊടു. ഞാനിക്കട്ടെ, മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ എണീറ്റാ മതി. പായസം കൊടുത്തില്ലേ? നീ എന്താ മൂടെ വിട്ടായിട്ട് പായസം ഒഴിച്ചു കൊടുക്കുക. മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. ഒഴിച്ചോളൂ. നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. അയാളെ ഞാനിപ്പോ എന്റെ പോക്കറ്റിലാക്കി. നല്ല സ്വാദ്. പായസം ഉണ്ടാക്കാൻ ഇവളെ എക്സ്പെർട്ടാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? കുറച്ച് അച്ചാറൂടെ എടുത്ത് കഴിക്കുക. പായസം ഇനിയും പോവും. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഓവറായി. അപ്പുകുട്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പുക്കുട്ടനോട്. എന്താ പ്രേമ ഇത്? ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം എന്താന്ന് പറയാം. ഞാനെല്ലാം പറയാം. അന്ന് ചിങ്ങ 1-ാം തീയതി അതെ അപ്പുകുട്ട, ചിങ്ങമാസം 1-ാം തീയതി ഇല്ലേ, ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 1-ാം തീയതി ഐശ്വര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി. ഇവിടെ നിന്നും കുറച്ച് മാറി കാർ പോർച്ചുള്ള ഒരു കൊച്ചു വീട്, അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും. പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ. ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്ത് തോന്നിയാസം നീ പറയുന്നത്? അവൻ എവിടെ മാറി താമസിക്കണമെന്ന് മിണ്ടി പോരുത്. പ്രേമാന്ന് കാര്യാക്കണ്ട. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്റെ കാറും ഇനിമേൽ ഇവിടെ തന്നെ ഇടും. പ്രേമ, ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത. ഇതും കൂടി എടുത്ത കൊല്ലം കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടെ വന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? എന്നാ? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്ത നല്ല ആർക്കൊന്നും ചൊല്ലിയതാ. ഇത് വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. அந்த ஆளு ஆமாண்ணா, பார்த்தா அவர் மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ. ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല. എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. യെസ്, ദ സെയിം ബക്കർ. കാതലൻ? നോ, തലാൻ. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്? അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. രുക്കു, ശാന്ത. ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല് വെരി ചീപ്പ്, ഓൺലി 4000 rupees. അട്ടെ, ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. ആന്റി, സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. അങ്കിളോ? ഞാൻ അങ്ങളൊന്നുമല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ഓടി, നീங்க വാങ്ങണ. ഏതായാലും ഇന്നെന്റെ യാത്ര ഇതിലായതുകൊണ്ട് രേണുവിന് ഓട്ടോ കാശ് ലാഭമല്ലേ? അപ്പൂനെ കാണുമ്പോ ഞാൻ പറയാം, ഭാര്യയുടെ ആവശ്യത്തിന് ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്യാൻ. സ്വന്തം ആവശ്യത്തിന് വണ്ടി എടുക്കാനുള്ള ഡ്രൈവിംഗ് ഒക്കെ എനിക്കറിയാം. രേണു വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലതാണെങ്കിലും ഓടിക്കാതിരിക്കുന്ന പാവം ജനങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതാം അല്ലേ? വീട്ടിലൊന്ന് കയറിയിട്ട് പോണ്ടോ? അയ്യോ, അല്പം തിരക്കുള്ള ഒരു ഡോക്ടറാണേ.
നൂല്. പോട്ടെ. ബൈ. എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പാമ്പ്. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ടേ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും. അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. ബാപ്പ് 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 സാർ. ഏത് കണ്ടോ മാപ്പ്? അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബെ വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവിടെ കള്ളുടിയന്മാരെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുകൂടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാനെങ്ങനെ കള്ളുകൂടിയലായത് സാർ അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായ നീയാണ്. നീ എന്നെ പെട്ടിക്കട പോകാൻ പെട്ടിക്കടകൾ പൊക്കിക്കളിക്കലും നിന്റെ ഒരു തമാശയാണല്ലോ. ഒന്ന് മാറിക്കേ. എവിടെ പോനാ? പാലാരിയോട്ടോ? കലൂരോ? ബൈക്കില്ലേ? പിന്നെ ഏത് കോത്താഴത്തോ? കോത്താഴത്തോ? നോർത്തോ സൗത്തോ? ഒരു 50 പൈസ. അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ലോ. അയ്യോ, ഞാനല്ല, ഇയാളാ. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എവിടെ നോക്കിട്ടാണ് തുപ്പുന്നത്? നീ കമ്മീഷണറാ? വണ്ടി സ്വന്തം ജീവിതത്തിൽ രാജകുമാരനെ ഭർത്താവായി ആഗ്രഹിച്ച രാജകുമാരി, പക്ഷെ വിധിച്ചതോ പരിഷ്കാരമില്ലാത്ത അംഗരക്ഷകനെ. ആ അകൽച്ച മനസ്സിലാക്കി വേണമായിരുന്നു നീ ഓരോന്ന് ചെയ്യാൻ. രേണു, നീ നിന്റെ അപ്പോട്ടിനെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നാ. നാൻസി, ഇനിയിപ്പോ ഞാൻ എന്തിനുണ്ടടി ഒരു സൊല്യൂഷൻ? അല്ല, അതിന് നീ എന്താ അത്ര വലിയ തെറ്റാണ് ചെയ്തത്? സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളത്തരം നീ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു. ഞാൻ പറയിച്ചതല്ല, എന്റെ സംസാരം അവിടെ കൊണ്ട് എത്തിച്ചതാ. പാവം എന്റെ അപ്പോട്ടിനെ ഞാൻ ചതിക്കല്ലേ? ഒന്ന് പോടി. ഇതിലും വലിയ കുരുത്തക്കടകൾ ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ പൈലറ്റിന് മുമ്പിൽ സ്റ്റൈലായി മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യത്തിന്റെയും നിലനിൽപ്പിന് ഒരല്പം നുണയും കള്ളത്തരവും ഒക്കെ കൂടിയേ തീരൂ. നിനക്കത് പറയാൻ കഴിയും, പക്ഷെ ഞാൻ... എന്റെ മോളെ, ഒന്നുകിൽ നീ നിന്റെ അപ്പൂട്ടനോട് ഉണ്ടായ സംഭവം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മട്ട് കാണിക്കുക. പോയി രേണു, എവിടെ പോയത് ഇവിടെ? ഓഹോ, ഹലോ, സമയം ഇപ്പൊ എത്രയായി? ഈ പാതിരാത്രിക്ക് നീ എന്തിനാ എവിടെ വന്നിരിക്കുന്ന? എന്താ രേണു, നിനക്ക് എന്ത് പറ്റി? എന്റെ കൂടെ പഠിച്ച ഒരു ഗീതയെ കുറിച്ച് ഞാൻ അപ്പോട്ടിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് ഗീത? ഭഗവത്ഗീതയാണ്. ഗീതയെക്കുറിച്ചോ ആശയെക്കുറിച്ചോ ഷീലയെക്കുറിച്ചോ ആരൊക്കെയെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പാതിരാത്രിയിൽ ഗീതയ്ക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്. ഇന്ന് ഗീതയുടെ ഫോൺ ഉണ്ടായിരുന്നു.
വല്ലാത്ത പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ആർക്ക്? നിനക്കോ അതോ ഗീതയ്ക്കോ? അതെ, ഗീതയ്ക്ക്. എന്ത് പറ്റി? അവളുടെ ഭർത്താവ് വേറെ വല്ല പെണ്ണിനോട് വിളിച്ചോടി പോയാ? അല്ല, പിന്നെ അവളുടെ ഭർത്താവ് അത്തരക്കാരനല്ല. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് അയാൾ. ഇത്രയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്ക് അയാൾ നേരത്തെ ഇല്ല, ഗീത പറഞ്ഞുള്ള പരിചയം മാത്രം. എന്റെ പൊന്നു രേണു, നിന്റെ കൂട്ടുകാരിയുടെ കഥ മുഴുവൻ ഈ പാതിരാത്രിക്ക് തന്നെ പറഞ്ഞ് എന്നെ എന്തിനെങ്ങനെ ബോറടിപ്പിക്കുന്നത്? നീ നാളെ രാവിലെ ഇത് മുഴുവൻ വിസ്തരിച്ച് പറയും, ഞാനത് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കും. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നു. പോവാം. പക്ഷെ ഇപ്പൊ തന്നെ ഇത് പറയാതെ എനിക്ക് ഉറക്കം വരില്ല. എന്നാ പറഞ്ഞു തൊലയ്ക്ക്. കഥ എന്തോന്ന്? ചെറുകഥയോ നോവലേറ്റോ? കഥ ചെറുതാണെങ്കിലും പ്രശ്നം വലുതാണ്. ഒരു സ്ത്രീ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഥ. പിന്നെന്തിനു അറിഞ്ഞുകൊണ്ട് അവളത് ചെയ്തു? അറിയാതെ അപ്പോട്ട അവക്ക് തെറ്റുപറ്റിയത്. ഓ, അറിയാതെ ഒന്നും ആയിരിക്കില്ല, മൊത്തം കള്ളികളല്ലേ. പൊങ്ങച്ചക്കാരിയായ ഭാര്യ, അതൊട്ടും ഇഷ്ടമല്ലാത്ത ഭർത്താവ്. സാഹചര്യം കൊണ്ട് പാവം ഗീതയ്ക്ക് മറ്റൊരാളോട് തന്റെ ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒരല്പം പൊങ്ങച്ചം പറയേണ്ടി വന്നു. ആ മറ്റൊരാൾ ഭർത്താവില്ലാത്ത സമയത്ത് യാദർച്ഛികമായി അവളുടെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ അല്ല, ഗീത പറഞ്ഞ പൊങ്ങച്ചങ്ങൾ കള്ളമാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആ സമയം അവിടേക്ക് വന്ന അയൽക്കാരനോട് ഒന്ന് മാനേജ് ചെയ്തോളം പറഞ്ഞു. എന്നാൽ ഓവർ സ്മാർട്ടായ അയാൾ അവളുടെ ഭർത്താവായി അവിടെ പ്രകടനം നടത്തി. നിർത്ത്. നിന്റെ ഗീതയോട് ഒരു സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നില്ല. എമ്മാടുത്തല്ലേ അവൾ കാണിച്ചത്? അവൾ എന്തോന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞത്? അവൾ എന്തിനാ അവന്റെ പ്രകടനം അനുവദിച്ചു കൊടുത്തു? അവള് അനുഭവിക്കണം, ഒരു കുഴപ്പമില്ല. ലൈഫ് എന്ന് പറഞ്ഞത് തമാശ കളിയാ. ശരി അപ്പോട്ടാ, ഗീത അതിനെ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നിയത്. നിനക്കിപ്പോ തോന്നിട്ട് എന്താ കാര്യം? ഗീതയ്ക്ക് പിന്നീട് തോന്നിയ കാര്യ ഞാൻ പറഞ്ഞത്. ആ മതി, കഥ കഴിഞ്ഞ എന്നാ പോയിക്കിടന്ന് തുടങ്ങാം. അല്പം കൂടി ബാക്കിയുണ്ട്. ഓ, നീ നിന്റെ ഒരു ഗീതയും പറ. എന്നിട്ട് അന്ന് ഭർത്താവായി പ്രകടനം നടത്തിയ ആൾ ഇപ്പൊ അവളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വന്നിരിക്കുകയാണ്. പാവം ഭർത്താവിന് ഇപ്പോഴും ഇതൊന്നും അറിയില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഗീത എന്ത് ചെയ്യണം അപ്പോട്ട? ഇനിയിപ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല പൊട്ടാസ്യം സൈനയുടെ ഗുളിക കിട്ടും, ചെറുത്. അത് വാങ്ങിച്ച് തിന്ന് ചാവുക, അതേ ഉള്ളൂ ഒരു മാർഗം. അതെ അപ്പോട്ട, അതും അവൾ ആലോചിക്കാതെയല്ല. പക്ഷെ എന്താ രേണു ഇത്? പണ്ടെങ്ങോ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ കഥ കേട്ട് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഇനി ആ ഗീതയുടെ ഫോൺ അങ്ങനെ വന്നാൽ നീ അറ്റൻഡ് ചെയ്യണ്ട. തെറ്റ് മുഴുവൻ അവളുടെ ഭാഗത്താ. അവൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നീ ഇനി അക്കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ ഭർത്താവ് ഒരു പാവമായിരിക്കും. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആ നിമിഷം ഞാൻ ഡൈവേഴ്സ് ചെയ്തേനെ, എന്നിട്ട് അവളെ കുത്തി കൊന്നേനെ. എന്നിട്ട് തുടങ്ങ്. പ്രേമൻ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയും സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ്. എന്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അറിയാം. സുന്ദരനായ ഡോക്ടർ അയാളുടെ ആരാധികയെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും തുടർന്നുള്ള റൊമാൻസും ഒക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മതി, നിർത്ത്. കൊള്ളേണ്ട അടുത്ത് കൊണ്ടപ്പോ കോപം വരുന്നുണ്ടല്ലേ. കൊള്ളാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നും ചെയ്യാത്തൊരു കൊച്ചു തമ്പുരാട്ടി. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ഭർത്താവിന് മറന്ന് എന്നെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചവളല്ലേടി നീ. ഇനി ആരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യിപ്പിക്കണ്ടെന്ന് ആർക്കറിയാം. ഒച്ച വെച്ച ആളെ കൊട്ടല്ലേ, ആരെങ്കിലും അറിഞ്ഞ മോശമല്ലേ. ഇപ്പൊ ഞാൻ വന്നതേ ഒരവകാശം ചോദിക്കാനാ. കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാനും നിന്റെ ഭർത്താവാണല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തെ ദൈർഘ്യമുള്ള ദാമ്പത്യമല്ലേ നമ്മുടേത്. ദാമ്പത്യത്തിന്റെ പൂർണ്ണ അർത്ഥം വന്നെത്തുന്നത് അതിന്റെ ബന്ധവും കൂടി പൂർത്തിയാകുമ്പോഴാണല്ലോ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല, ചക്കര കൊടുത്ത് കൈയിട്ട് നിൽക്കാൻ ഡോക്ടർക്ക് മാത്രമല്ല ഇഷ്ടം, ഈ പുതിയ ഭർത്താവിനുണ്ടേ. എന്താ ഇത്? ഇതൊക്കെ തന്റെ ഉള്ള ആമ്പിള്ളേര് കണ്ടു പഴകിയ സ്റ്റൈലാടി. മോളുടെ കയ്യിൽ പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
നിന്റെ ബോഡി ടച്ചും കുറച്ച് കൊടുക്കും എന്താ കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് നിന്റെ തനി സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നിന്റെ സ്റ്റുഡിയോയും കോപ്പും ഒക്കെ കൂടെ ഞാൻ വാരിട്ട് കത്തിക്കും പുല്ലേ. എന്താ പൂക്കുട്ട? എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടാ. കടപ്രഥമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവൻ രേണുവിനെ അതാണോ കാര്യം? അപ്പുക്കുട്ട, മട്ടും പാവവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു തന്റെ ഭാര്യ ഒരു പാവമായിരിക്കുന്നു. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ കൂടെ പോകുന്നു. പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ സ്വന്തം ഭാര്യയുടെ നെറ്റിൽ നല്ലവളാണെന്നുള്ള ലേബർ എഴുതി ഒട്ടിച്ചോണ്ട് മാത്രം അവള് നല്ലവളാവില്ലടോ. അവൾ എവിടെ പോകുന്നു, ആരോടെ പോകുന്നു, എന്തിന് പോകുന്നു, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഭർത്താവ്. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. തനിക്ക് കാണണോടോ തന്റെ ഭാര്യയുടെ തനി നിറം? ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പറയണോ തന്റെ ഭാര്യ നല്ലവളാണോ ചീത്തയാണോന്ന്? താൻ പറയണ സ്ഥലത്ത് തന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരൂടോ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോടാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അറിവ് പറഞ്ഞു തരാനുള്ള ബുദ്ധിയോ വിവരമോ എനിക്കില്ല. എന്നാലും പറയുകയാണ്, മുതലാളി ഇതേക്കുറിച്ചൊന്നും ഭാര്യയോട് ചോദിക്കരുത്. സ്വന്തം ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു എന്ന് തോന്നിയാലുള്ള അവസ്ഥ ഏത് സ്ത്രീക്കാ സഹിക്കാനാവുക? ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം.